ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു റുവാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ ക്ലാസ് 9th ഫസ്റ്റ് ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു നമ്മുടെ ചാനലിൽ. ഇനി സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടിലെ തുടക്കം എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലെ എല്ലാ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പാർട്ട് 2 ആയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മുതൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഹെഡിങ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി, വാട്ട് ഈസ് എ മീഡിയം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഏതൊരു സാധനത്തിലൂടെയാണോ ലൈറ്റ് കടന്നു പോകുന്നത് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മീഡിയം എന്ന് വിളിക്കും. അതിപ്പോൾ ഗ്ലാസ് ആവട്ടെ ഗ്ലാസ് മീഡിയം, വാട്ടർ ആവട്ടെ വാട്ടർ മീഡിയം, എയർ ആവട്ടെ എയർ ഇസ് എ മീഡിയം. അപ്പോൾ ഏതൊരു വസ്തുവിലൂടെയാണോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അതിനെ നമ്മൾ മീഡിയം എന്ന് വിളിക്കും. അപ്പോൾ ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണെന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഒന്നും കൂടെ പറഞ്ഞു തരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഒരു മീഡിയത്തിൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ മീഡിയത്തിലൂടെ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ ഒരു സ്പീഡ് കാണും ഇല്ലേ? ആ സ്പീഡിനെ വാക്വത്തിലെ സ്പീഡുമായിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ റേഷ്യോ കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് N എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. എന്താ? N എന്ന് പറയുന്ന ലെറ്റർ. അപ്പോൾ N ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് ഡിനോട്ടഡ് ബൈ C. C എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റിനെയോ അതിനെ നമ്മൾ സാധാ വെലോസിറ്റിയുടെ സൈനായ V കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം C ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം V. ഇത് നമ്മളുടെ ടെക്സ്റ്റിലെ ആദ്യത്തെ ഇക്വേഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും പഠിക്കണം. ഇനി ഈ സിയുടെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു വാല്യൂ ആണ്. അതെത്ര? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വാക്വം എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? എയർ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ വാക്വം എന്ന് പറയുന്നത്. എയറിലാവട്ടെ എയർ ഇല്ലാത്ത അവസ്ഥയിലാകട്ടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഒരേ സ്പീഡിലാണ്. അതെത്ര? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നോക്കാം. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയംസ് ഇസ് ഗിവൺ. നമുക്ക് ടേബിളിൽ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈച്ച് മീഡിയം. ഓരോ മീഡിയത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അതിനുവേണ്ടി നമ്മൾ ഓരോന്നും എടുക്കാം. ഒന്നാമത്തെ മീഡിയം ഏതാ? മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. എയറിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എത്ര? V എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാം N എങ്ങനെ കണ്ടുപിടിക്കുന്നത്? C/V. C എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ V നമുക്ക് തന്നിട്ടുണ്ട്. അതും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ യൂണിറ്റ്സ് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? 10⁸ 10⁸ ക്യാൻസൽ ചെയ്ത് കളയാം. 3/3 എത്ര വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. എന്തില്ല? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. ഇത് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ മീഡിയം നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഗ്ലാസ് ആണ് തന്നിരിക്കുന്നത്. ഗ്ലാസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്താ പറഞ്ഞിരിക്കുന്നത്? V ഈസ് ഈക്വൽ ടു 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. N ഈസ് ഈക്വൽ ടു C/V ഈസ് ഈക്വൽ ടു C എത്ര? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ V എത്രയാണ്?
2 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെയും യൂണിറ്റ്സ് നമുക്ക് സെയിം ആയതുകൊണ്ട് കൺവേർഷൻ്റെ ആവശ്യമില്ല. 10⁸ 10⁸ ഡിവൈഡ് ചെയ്ത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ 3/2 എത്ര വരും? 3/2 ഈസ് ഈക്വൽ ടു 1.5. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? v ഈസ് ഈക്വൽ ടു 2.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു c/v. c നമ്മൾ പഠിച്ചു, എത്ര വരുന്നത്? 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. v എത്ര വരുന്നത്? 2.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കിവിടെ 10⁸ 10⁸ ക്യാൻസൽ ചെയ്ത് കളയാം. 3 ഡിവൈഡഡ് ബൈ 2.25 എത്ര വരും? നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഉത്തരം 1.33333 എന്ന് വരും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ n ഈസ് ഈക്വൽ ടു c/v എന്നാണ്. സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആരും മറക്കാതിരിക്കുക. അങ്ങനെ വെച്ച് നമുക്ക് ഓരോ മീഡിയത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. എങ്കിൽ അടുത്ത ചോദ്യം, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഡയമണ്ട് ഈസ് 2.4, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇറ്റ് പാസസ് ത്രൂ? അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് എന്ത് വെച്ചിട്ടാണ്? n വെച്ചിട്ടാണ്. അപ്പോൾ n നമുക്ക് ഇത് തന്നേക്കുക എത്രയെന്ന് പറഞ്ഞിട്ട് 2.4 എന്ന് തന്നിരിക്കുന്നു. എന്നിട്ട് ചോദ്യം, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നമുക്ക് കാണാൻ പറയാം, അപ്പോൾ പിന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്നിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. n ഈസ് ഈക്വൽ ടു c/v. n ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നു? 2.4 എന്ന് തന്നിരിക്കുന്നു. c എത്രയാണ്? 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. v നമുക്ക് അറിയില്ല. അപ്പോൾ v എങ്ങനെ കണ്ടുപിടിക്കാം? v ഈസ് ഈക്വൽ ടു 3, ഈ v അപ്പുറം പോകുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന വസ്തുവാണ്, ഇതവിടെ കൊടുക്കുക. 2.4 അതേപോലെ ആ വിയുടെ സ്ഥാനത്ത് കൊണ്ടിടുക. അപ്പോൾ 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ 2.4 അതെത്ര വരും? അപ്പോൾ അതെത്ര വരും? 1.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അവിടെ വെട്ടി ക്യാൻസൽ ചെയ്ത് കളയാൻ നമുക്ക് താഴെ എന്തില്ല? 10⁸ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആൻസറിൻ്റെ കൂടെ എന്ത് എഴുതിയത്? 10⁸ എഴുതിയത്. ഈ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഏതൊരു കണക്ക് ചെയ്യുമ്പോഴും എന്ത് ഇടാൻ മറക്കരുത്? യൂണിറ്റ് കൊടുക്കാതിരിക്കാൻ മറക്കരുത്. നമ്മൾ യൂണിറ്റ് കൊടുക്കുന്നതിന് 1 മാർക്കാണ് നമ്മളുടെ ടീച്ചർമാരുടെ തരുന്നത്. അപ്പം യൂണിറ്റ് കൊടുക്കാൻ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. അടുത്ത ചോദ്യം നോക്ക്. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും എങ്ങനെ മാറുന്നു? അത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം n ഈസ് ഈക്വൽ ടു c/v എന്നാണ് അല്ലേ? ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഈ c എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ്. വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് എപ്പോഴും ഒരേപോലെ പോകുകയുള്ളൂ, അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ഈസ് ഈക്വൽ ടു 1/v എന്ന് എഴുതാമല്ലോ, അല്ലെങ്കിൽ n ഇസ് പ്രൊപ്പോർഷണൽ ടു 1/v എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്ന സമയം സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്ന സമയം സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. അത് ഇക്വേഷനകത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇവിടെ c എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്തത്? ഈ ഇക്വേഷനിൽ നിന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയത്. c കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മാറ്റി നിർത്താം. അപ്പോൾ n ഈസ് പ്രൊപ്പോർഷണൽ ടു
1/v എന്ന് പറയാം, അല്ലെങ്കിൽ n is inversely proportional to v. v എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ ഈ n is inversely proportional to v എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ആരെങ്കിലും ഒരാൾ കൂടുമ്പോൾ മറ്റേയാൾ കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, the speed of light is less in a medium of higher refractive index. Refractive index കൂടുന്ന സമയത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എല്ലാവരും അത് മറക്കാതെ എടുത്ത് വെച്ച് നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? Is the deviation of light the same when it enters from air to water and from water to air when the angle of incidence is same? അപ്പോൾ നമ്മൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നത് വെച്ചിട്ടാണ്, എൻ്റർ ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്നതും വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുന്നതും ഒരേപോലെയാണോ? നോക്കിയേ, ഫിഗർ 1.7ഉം 1.7bയും നോക്കൂ. എയറിൽ നിന്ന് 30 ഡിഗ്രി ആംഗിളിൽ എവിടേക്ക് വരുന്നു? വാട്ടറിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നു. അതേപോലെ വാട്ടറിൽ നിന്ന് 30 ഡിഗ്രി ആംഗിളിൽ എവിടോട്ട് പോകുന്നു? എയറിലേക്ക് പോകുന്നു. ആ റിഫ്രാക്റ്റഡ് റേയുടെ വ്യത്യാസം നോക്ക്. വാട്ടറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? റിഫ്രാക്റ്റഡ് റേ നോർമലിനോട് അടുത്തു. എന്നാൽ എയറിൽ എന്ത് സംഭവിച്ചു? റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് അകന്നു പോയത്. ദ റേ falling on the surface of separation of two medium is incident ray. എന്താണ് ഇൻസിഡൻറ്റ് റേ, എന്താണ് റിഫ്രാക്റ്റഡ് റേ, എന്താണ് നോർമൽ, എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എല്ലാവരും പാർട്ട് 1 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട് 1 ഒന്നും എടുത്തു വെച്ച് കാണുക. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിഫ്രാക്റ്റഡ് റേ എന്താണെന്നും റിഫ്ലക്റ്റഡ് റേ എന്താണെന്നും ഇൻസിഡൻറ്റ് റേ എന്താണ്, നോർമൽ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫിഗർ 1.7a നോക്കൂ. ഇതിനകത്ത് ഇൻസിഡൻറ്റ് റേ ഏതാ? വരുന്ന റേ ഏതാ? AB ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാം. ഇത് എയർ, ഇത് വാട്ടർ, ഇവിടെ നോർമലുണ്ട്. എയറിലൂടെ 30 ഡിഗ്രി ആംഗിളിൽ എന്ത് വരികയാണ്? ഒരു ഇൻസിഡൻറ്റ് റേ വരികയാണ്. വരുന്ന റേയെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. ഈ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് ആംഗിൾ. ഇൻസിഡൻറ്റ് ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത മീഡിയത്തിലേക്ക് പോകുന്ന ഈ റേയെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റഡ് റേ. ഈ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണല്ലോ. അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരുമ്പോൾ ഈ ആംഗിൾ എന്ത് ചെയ്യുന്നു? 30 ഡിഗ്രിയിൽ നിന്ന് കുറയുന്നു. ഒറ്റ മീഡിയം ആണെന്നുണ്ടെങ്കിൽ അത് 30 ഡിഗ്രിയിൽ തന്നെ എന്ത് ചെയ്തേനെ? ട്രാവൽ ചെയ്ത് പോയേനെ. എന്നാൽ വാട്ടറാണ് അടുത്ത മീഡിയം വന്നത്. അപ്പോൾ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ത് സംഭവിച്ചു? കുറഞ്ഞത്. എയർ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? ഒരു റെയറർ മീഡിയം ആണെന്ന് പറയാം. എയർ ഒരു റെയറർ മീഡിയം. അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. ഓക്കെ, ഇപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാട്ടർ ഒരു ഡെൻസർ മീഡിയം അല്ലേ? അതെ. അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് എന്ന് പറഞ്ഞാൽ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. എവിടുന്ന്? എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? റിഫ്രാക്റ്റഡ് റേ നോർമലിൻ്റെ അടുത്തോട്ട് പോകും. നോർമലിനോട്ട് ക്ലോസ് ആയിട്ട് വരും. റിഫ്രാക്റ്റഡ് റേ എന്ത് സംഭവിക്കും? നോർമലിനോട് ക്ലോസ് ആയിട്ട് വരും. ഇനി അടുത്ത ഫിഗർ നോക്ക്. ഇത് വാട്ടറും ഇത് എയറും ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ
അപ്പോൾ വാട്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഒരു റേ ഓഫ് ലൈറ്റ് താഴേക്ക് വരും അറ്റ് 30 ഡിഗ്രി ആംഗിൾ ആണല്ലോ. ഇനി അത് എയറിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? നോർമലിൽ നിന്ന് അകന്നു പോകും. ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന ഡെൻസർ മീഡിയത്തിൽ നിന്ന് എയർ എന്ന് പറയുന്ന റെയറർ മീഡിയത്തിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നതായി നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് ദൂരെ പോകുന്നു. എവേ ആണ്. ഇപ്പോൾ റിഫ്രാക്റ്റഡ് റേ എന്ത് സംഭവിക്കുന്നു? നോർമലിൽ നിന്ന് ദൂരേക്ക് പോകുന്നു. അതിനെ നമുക്കൊരു പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഡ്രോ എന്ന് ആലോചിക്കാം. ഡെൻസർ മീഡിയത്തിൽ നിന്ന്, ഡി ഫോർ ഡെൻസർ മീഡിയം, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യും. അപ്പോൾ AW എന്തിനാ? ഗോസ് എവേ. അപ്പോൾ റിഫ്രാക്റ്റഡ് റേ എന്ത് സംഭവിക്കുന്നു? ദൂരേക്ക് പോകുന്നു. മനസ്സിലായോ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടേക്ക് പോകുന്നു? ദൂരേക്ക് പോകുന്നു. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, അതിൻ്റെ തല തിരിഞ്ഞായിരിക്കും എന്ത് വരുന്നത്? അടുത്തത് വരുന്നത്. അപ്പം ഇത് പഠിക്കാനായിരിക്കും ഒന്നുകൂടെ ബെറ്റർ, കാരണം ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡെൻസർ മീഡിയമായ വാട്ടറിൽ നിന്ന് എയറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ റിഫ്രാക്റ്റഡ് റേ ദൂരേക്ക് പോകുന്നു. അപ്പോൾ ആ ഫിഗറിൻ്റെ ബാക്കിയായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം എയർ ടു വാട്ടർ? എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? വാട്ടറിലേക്ക് എത്തുന്ന റിഫ്രാക്റ്റഡ് റേക്ക് എന്ത് സംഭവിക്കുന്നു? ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ. എന്ത് സംഭവിക്കും? നോർമലിൻ്റെ അടുത്തേക്ക് അത് മാറും ആണല്ലോ. ഇനി how does the direction of light change when a ray of light enters obliquely from water to air? വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റേ ഓഫ് ലൈറ്റ് അതിൽ നിന്ന് അകന്നു മാറും. അപ്പോൾ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. ഇത്രയും ഈ ഒരു സംഭവങ്ങൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മനസ്സിലായി എങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്തത് ഒരു വലിയ ചോദ്യമാണ്. ചോദ്യമൊന്നും കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പഠിച്ചതിൻ്റെ ഇൻഫറൻസ് ആണ്, നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നുള്ള ഒരു അസഷന് വേണ്ടിയാണ് ഈ ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ ദാറ്റ് ഷോസ് ലൈറ്റ് പാസിംഗ് ത്രൂ ഡിഫറെൻറ്റ് പെയർസ് ഓഫ് മീഡിയം. പല മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന 2-3 ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് ഓരോ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും നേരം എന്ത് പഠിച്ചു എന്നത് നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ ചോദ്യം നോക്കാം. Which are the figures in which the ray of light enters obliquely from denser medium to rarer medium? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ഏതൊക്കെ ഫിഗർ ഒബ്ലിക്വലി പാസ് ചെയ്യും? ഒബ്ലിക്വലി പാസ് ചെയ്യുക എന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ചരിഞ്ഞു പോവുക എന്നതാണ് പറയുന്നത്. അപ്പോൾ ഡെൻസർ മീഡിയം ആരൊക്കെയുണ്ട് ഇവിടെ? ഇവിടെ വാട്ടർ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, ഇവിടെ വാട്ടർ ഉണ്ട്, ഗ്ലാസ് ഗ്ലാസ് ഗ്ലാസ്. അപ്പോൾ ഇതിനകത്തൊക്കെ ചരിഞ്ഞ് വരുന്ന ഫിഗർ ഏതൊക്കെയാ? ഫിഗർ 1.8A, 1.8B, 1.8D ആൻഡ് 1.8F. ഇതിൽ ഡെൻസർ മീഡിയം ഉള്ളത് ആര് മാത്രമാണ്? ഡെൻസർ മീഡിയത്തിലേക്ക് ഇൻസിഡൻറ്റ് റേ വരുന്നത് ഫിഗർ 1.8Bയിലും ഫിഗർ 1.8Dയിലും മാത്രമാണ്, ഇല്ലേ? അപ്പോൾ നമ്മളുടെ ചോദ്യത്തിന് ഉത്തരവായി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ഒബ്ലിക്വലി പാസ് ചെയ്യുന്ന ഫിഗേഴ്സ് ഏതൊക്കെയാ? ഫിഗർ 1.8Dയും ഫിഗർ 1.8Bയും.
In which case, to which direction does the refracted ray deviate? ഏത് കേസിലാണ് റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ് ചെയ്യുന്നത്? ടു വിച്ച് ഡയറക്ഷൻ ഡസ് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്? ഇത് ഏത് കേസിൽ റിഫ്രാക്റ്റഡ് റേ ഏത് ഡയറക്ഷനിലേക്കാണ് നീങ്ങുന്നത്? അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എവേ, മൂവ്സ് എവേ ഫ്രം ദ നോർമൽ. മനസ്സിലായോ? മൂവ്സ് എവേ ഫ്രം ദ നോർമൽ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ദ റേ ഓഫ് ലൈറ്റ് മൂവ്സ് എവേ ഫ്രം ദ നോർമൽ. അടുത്ത ചോദ്യം എന്താ? ചൂസ് ദ ഫിഗർ ഇൻ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. റിഫ്രാക്റ്റഡ് റേ ടുവേർഡ്സ് നോർമൽ പോകുന്ന ഏതൊക്കെയാ? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? റിഫ്രാക്റ്റഡ് റേ നോർമലിനോട് അടുക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഏതൊക്കെ ഫിഗറാ? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലേക്ക് വരുന്നു അല്ലേ? ഫിഗർ 1.8a. ഇനി എയറിൽ നിന്ന് വേറെ ആരൊക്കെ വരുന്നുണ്ട്? ഫിഗർ 1.8f നോക്കൂ. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ഫിഗറാണ് ഉള്ളത്, 1.8aയും 1.8fഉം. അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നോർമലിനോട് അടുക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആണോ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? DRAW ഗോസ് എവേ. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എവേ, ദൂരേക്ക് പോകുന്നു. അപ്പോൾ അതാണോ നമ്മുടെ ഓപ്ഷൻ? അല്ല. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്താ? ഫ്രം ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് നോർമൽ വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ദർ ഇസ് നോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ഫിഗേഴ്സ് 1.8c ആൻഡ് 1.8e. അപ്പോൾ ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 1.8cയിലും 1.8eയിലും അവിടെ റിഫ്രാക്ഷൻ ഒന്നും വന്നില്ല. കാരണം എന്താ? അത് നോർമലിലൂടെ പാസ് ചെയ്തതാണ് ഇല്ലേ? ആ റേ ഓഫ് ലൈറ്റ് എവിടെ കൂടെ പോയേക്കുന്നത്? നോർമലിലൂടെ. സ്ട്രെയിറ്റ് ലൈൻ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് പോയിരിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? അവിടെ റിഫ്രാക്ഷൻ ഒന്നും വരാത്തത്. എങ്കിൽ ഇത്രയും ഭാഗം പഠിച്ചതിൻ്റെ ഇൻഫറൻസ് നോക്കൂ. വെൻ എ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ ഇവരെല്ലാം സെയിം പ്ലെയിനിലായിരിക്കും. ഒരിക്കലും 2Dയിൽ കിടക്കുന്ന വസ്തു എന്താകത്തില്ല, 3Dയിലേക്ക് പോവുകയില്ല. എന്ന് വെച്ചാൽ സെയിം പ്ലെയിൻ, ഒറ്റ പ്ലെയിനിലായിരിക്കും ഇവർ നടക്കുന്നത്. When a light enters from optically rarer medium to denser medium, it deviates towards the normal. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ നോർമലിലേക്ക് അടുക്കും. When light enters from optically denser medium to rarer medium, it deviates from the normal. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ അകന്നു പോകും. A ray incident normally at the surface of separation of medium does not undergo refraction. അപ്പോൾ നമ്മളുടെ അവസാനത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. A ray incident നോർമലി ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേ എന്ത് ചെയ്യുകയില്ല? ഒരിക്കലും റിഫ്രാക്ഷനിൽ പങ്കെടുക്കത്തില്ല. അടുത്തത്, അപ്പോൾ നമ്മൾ വാട്ടറിലുള്ളത് പറഞ്ഞു, ഗ്ലാസ്സിലുള്ളത് പറഞ്ഞു, എയറിലുള്ളത് പറഞ്ഞു. ഇനി ഒരു ഗ്ലാസ് സ്ലാബിൽ വെക്കുകയാണ്. ഇപ്പോൾ ഗ്ലാസ് സ്ലാബ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്യൂബോയിഡ് ഷേപ്പിലാണ് വരുന്നത് അല്ലേ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ബോക്സ് പോലെയാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ഗ്ലാസ് സ്ലാബ് ഇരിക്കുന്നത്. ഗ്ലാസ് സ്ലാബിന് എത്ര ഫേസസ് ഉണ്ട്? മൊത്തത്തിൽ 6 ഫേസുകളുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ ഒരു സൈഡിലൂടെ റേ ഓഫ് ലൈറ്റ് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാത്ത ഗ്ലാസ്സിലൂടെ കടന്ന് വീണ്ടും എവിടെ ചെല്ലും? അടുത്ത എയറിൽ ചെല്ലും. അപ്പോൾ 2 പ്രോസസ്സ്, 2 റിഫ്രാക്ഷൻ അവിടെ നടക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ,
ഫിഗർ 1.9a ഒരു ഗ്ലാസ് ലാബിനകത്തൂടെ എന്ത് കടത്തിവിടുകയാണ്? ഒരു ലേസർ ലൈറ്റ് കടത്തിവിടുകയാണ്. അപ്പോൾ ഇതൊരു ഗ്ലാസ് സ്ലാബ്. ഗ്ലാസ് സ്ലാബിന് 4 സൈഡുകളുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് കടന്നു വന്നു, ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടന്ന് കുറച്ച് ഡീവിയേഷൻ സംഭവിച്ച് എന്ത് ചെയ്തു? അടുത്ത പോയിന്റിലെത്തി. അടുത്ത പോയിന്റിലെത്തുമ്പം വീണ്ടും റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യും? മൂവ്സ് എവേ ഫ്രം ദ നോർമൽ. ഇവിടെ മൂവ്സ് ടുവേർഡ്സ് ദ നോർമൽ. ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ മൂവ്സ് ടുവേർഡ്സ് ദ നോർമൽ. കാരണം ഗ്ലാസിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും? ഗ്ലാസ് ഡെൻസർ മീഡിയം ആയതുകൊണ്ട് റിഫ്രാക്റ്റഡ് റേ അടുത്തോട്ട് പോകും. എന്നാൽ ആർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത്? എയർ ആണ്. എയർ ഒരു റെയറർ മീഡിയം അല്ലേ? റെയറർ മീഡിയത്തിൽ എന്ത് സംഭവിക്കും? മൂവ്സ് എവേ ഫ്രം ദ നോർമൽ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കൂ. അറ്റ് വിച്ച് പോയിന്റ് ഡു റിഫ്രാക്ഷൻ ഒക്കേഴ്സ് ഫോർ ദ റേ ഓഫ് ലൈറ്റ്? ഇവിടെ എവിടേക്കാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്? അറ്റ് പോയിന്റ് ക്യൂയിലും അറ്റ് പോയിന്റ് ആറിലും. ഡ്രോ ദ റേ ഡയഗ്രാം ഷോയിങ് ദ റിഫ്രാക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ് ഇൻ ദ ഗ്ലാസ് ലാബ് ഇൻ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു റേ ഡയഗ്രാം നിങ്ങൾ വരച്ച് പഠിച്ച് വെക്കുക. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ലാബിലേക്ക് നോർമലായിട്ട് 90 ഡിഗ്രി നമ്മളവിടെ ലേസർ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റിഫ്രാക്ഷൻ നടക്കുമോ? ഇല്ല. ഇപ്പോൾ ഗ്ലാസ് ലാബിൻ്റെ ഈ റിഫ്രാക്ഷൻ പ്രോസസ്സ് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഗ്ലാസ് ലാബിന് 2 സൈഡുകളുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ലേസർ ലൈറ്റ് കയറി കഴിഞ്ഞ് അടുത്ത എയറിലേക്ക് എത്തുമ്പോൾ ആ എത്തുന്ന 2 സൈഡുകളിലും എന്ത് സംഭവിക്കും? 2 റിഫ്രാക്ഷൻ നടക്കും. ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ. ഇതാണ് റേ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വരച്ച് ഈ ഓരോ പോയിന്റ് വെച്ച് കാണിക്കുന്ന ഈ ഡയഗ്രത്തെ വിളിക്കുന്ന പേരാണ് റേ ഡയഗ്രാം. ഈ റേ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പി എന്ന് പറയുന്ന ഒരു റേ ഓഫ് ലൈറ്റ് വരികയാണ്. അതെവിടെ കയറുന്നു? ക്യൂവിൽ കയറുന്നു. അറ്റ് വിച്ച് പോയിന്റ്? ഒരു ഗ്ലാസ് ലാബിൽ കയറുന്നു. അറ്റ് വിച്ച് പോയിന്റ്? ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയം, ഗ്ലാസ് എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം. റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ എവിടോട്ട് പോകും? ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ ഇവിടെ നോർമലിനോട് അടുത്തു. അപ്പോൾ അവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചേ. എന്നിട്ട് എവിടോട്ട് വരികയാണ്? ആർ എന്ന് പറയുന്ന പോയിന്റിലോട്ട് വരികയാണ്. എന്നിട്ട് വീണ്ടും ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുന്നു. അപ്പോഴെന്ത് സംഭവിച്ചു? മൂവ്സ് എവേ ഫ്രം ദ നോർമൽ. എന്ന് വെച്ചാൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മൂവ്സ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഒരു ഗ്ലാസ് ലാബിനകത്ത് 2 റിഫ്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം റിഫ്രാക്ഷൻ എന്താണ്, റിഫ്രാക്ഷൻ്റെ യൂസസ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പോൾ പഠിച്ച സമയത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഏറ്റവും അവസാനമായിട്ട് റിഫ്രാക്ഷൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയം പറഞ്ഞിരുന്നു, ഒരു അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം, ദൂരേക്ക് എന്ത് കാണുന്നു? വെള്ളം കാണുന്നതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആ ഒരു പറഞ്ഞതും ലെമണേഡിനകത്ത് സ്ട്രോ മുക്കിയിടുമ്പോൾ അത് 2ആയിട്ട് കാണുന്നതും അത് ഒടിഞ്ഞതുപോലെ കാണുന്നതൊക്കെ നമ്മളുടെ എവറിഡേ ലൈഫിലുള്ള ഒരു റിഫ്രാക്ഷൻ്റെ പ്രാക്ടിക്കൽസാണ്. അതേപോലെ 2-3 കൂടെ നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? ഒരു കോയിൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക. പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ അത് കോയിൻ കാണാൻ പറ്റാത്ത ദൂരം വരെ എന്ത് ചെയ്യുക? പുറകിലേക്ക് മാറിയിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് എന്ത് കാണരുത്? കോയിൻ കാണരുത്. എന്നിട്ട് നമ്മളുടെ സഹപാഠിയോട് നമ്മൾ എന്ത് ചെയ്യുക? അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കുക, പറയുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ കോയിൻ കാണാൻ പറ്റും. വെള്ളമില്ലാത്ത അവസ്ഥയിൽ കോയിൻ കാണാൻ പറ്റിയില്ല നമുക്ക്, പക്ഷേ വെള്ളം ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ കോയിൻ നമുക്ക് കാണാൻ പറ്റി. കാരണം എന്താണ്? എയറിൽ നിന്ന് വാട്ടറിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും ഇല്ലേ? ആ ഡീവിയേഷൻ എന്തിന് കാരണമാകും? ആ കോയിൻ്റെ ഇമേജ് എലവേറ്റഡ് ആകാൻ, പൊങ്ങി നിൽക്കാൻ കാരണമാകും. അപ്പോൾ ഇമേജ് നമ്മൾ കാണുന്ന സമയത്ത്, ആ കോയിൻ കാണുന്ന സമയത്ത് നമുക്ക് ഡെല്യൂഷനാണ്, പക്ഷെ അതൊരിക്കലും സംഭവിക്കുന്ന രീതിയല്ല. നമുക്ക് കോയിൻ കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ആദ്യത്തെ പ്രാക്ടിക്കൽ ഇത് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് റിഫ്രാക്ഷൻ പഠിച്ചത് എന്താണെന്ന് മനസ്സിലായെന്ന് അറിയണമല്ലോ. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.
പ്ലേസ് എ ഗ്ലാസ് സ്ലാബ് ഓൺ ദ ലെറ്റേഴ്സ് ഇൻ എ ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മുകളിലേക്ക് എന്ത് വെച്ച് കൊടുക്കുക? ഒരു ഗ്ലാസ് സ്ലാബ് വെച്ച് കൊടുക്കുക. ദ ലെറ്റേഴ്സ് അപ്പിയേഴ്സ് റേസ്ഡ്. നേരത്തെ കോയിൻ പറഞ്ഞതുപോലെ ലെറ്റേഴ്സ് എന്തായി തോന്നും? പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. വാട്ട് മേ ബി ദ റീസൺ? എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ഈ റിഫ്രാക്ഷൻ ബേസ് ചെയ്തുള്ള ഏതൊരു ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്ന സമയം ആദ്യത്തെ കാരണം എന്തെന്ന് എഴുതണം? ദ റീസൺ ഈസ് ദ ഫിനോമിനൻ ഫോർ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ആണ് ഇതിൻ്റെ കാരണം എന്ന് എഴുതണം. ആസ് ദ ലൈറ്റ് ട്രാവൽസ് ഫ്രം എയർ ടു ഗ്ലാസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയുകയാണ്, ലൈറ്റ് എവിടെ നിന്ന് പോകുന്നു? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. എവിടേക്ക്? ഫ്രം റയറർ ടു ഡെൻസർ അല്ലേ വന്നത്? അപ്പോൾ ടുവേർഡ്സ് ദ നോർമൽ. ഇറ്റ് ഷോസ് എ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. വെൻ ഇറ്റ് എക്സിറ്റ്സ് ഇറ്റ് സ്പീഡ് അപ്സ് ആൻഡ് ബെൻഡ്സ് അഗെയിൻ. അപ്പോൾ ഈ ഇമേജ് കാണണമെന്നുണ്ടെങ്കിൽ ആ റിഫ്ലക്ഷൻ, ആ ലൈറ്റ് ചെന്ന് ആ ഇമേജിൽ തട്ടിയാൽ നമ്മുടെ സാധനത്തിൽ തട്ടിയിട്ട് നമ്മുടെ കണ്ണിലെത്തണമല്ലോ. അപ്പോൾ ആ കണ്ണിലെത്തുന്ന സമയത്ത് ഈ ബെൻഡിങ് നടക്കുന്നു. ആ ബെൻഡിങ് ആണ് എന്തിന് കാരണമാകുന്നത്? നമ്മളുടെ ആ ലെറ്റേഴ്സ് പൊങ്ങി നിൽക്കുന്നതായിട്ട്, റേസ്ഡ് ആയിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഗ്ലാസ് സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഗ്ലാസ് സ്ലാബ് എന്തിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്? നമ്മളുടെ ലെറ്റേഴ്സിൻ്റെ മുകളിൽ എടുത്ത് വെക്കുമ്പോൾ ആ ഗ്ലാസ് സ്ലാബിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു, എന്ന് വെച്ചാൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഈ റിഫ്രാക്ഷൻ എന്തിന് കാരണമാകുന്നു? ആ ലെറ്റേഴ്സ് ഒന്ന് പൊങ്ങി നിൽക്കുന്നതായി കാണിക്കാൻ നമുക്ക് തോന്നുന്നു. അടുത്ത ചോദ്യം നോക്ക്. യു ക്യാൻ സീ എ കോയിൻ ലൈങ് അണ്ടർ ദ വാട്ടർ ഇൻ എ ട്രഫ്. നമ്മൾ ഈ അക്വേറിയത്തിനകത്തൊക്കെ കല്ലൊക്കെ ഇട്ടിരിക്കുന്നില്ല, അതേപോലെ ഒരു പാത്രത്തിനകത്ത്, ട്രാൻസ്പെറൻറ്റ് പാത്രത്തിനകത്ത് എന്തെടുത്ത് വെക്കുക? ഒരു കോയിൻ എടുത്ത് വെക്കുക. ട്രൈ ടു ടേക്ക് ദ കോയിൻ ഔട്ട് ബൈ ലുക്കിംഗ് ത്രൂ വൺ സൈഡ് ഓഫ് ദ ട്രഫ്. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ ഒരു സൈഡ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ കോയിൻ എടുക്കാൻ ശ്രമിക്കാം. ക്യാൻ യു ഡൂ വിത്ത് ഈസ്? നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ? വാട്ട് മേ ബി ദ റീസൺ? എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളുടെ കൈ ചെന്ന് എത്തുന്നിടത്തല്ലായിരിക്കും എന്ത് കിടക്കുന്നത്? കോയിൻ കിടക്കുന്നത്. അതിന് കാരണം എന്താ? റിഫ്രാക്ഷൻ ആണ്. ദിസ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. ദ കോയിൻ അപ്പിയേഴ്സ് ടു ബി ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻ. അപ്പോൾ നമ്മൾ നോക്കുന്ന സ്ഥലത്തല്ല എന്ത് കിടക്കുന്നത്? നമ്മളുടെ കോയിൻ കിടക്കുന്നത്. വെൻ യു ലുക്ക് അറ്റ് ദ കോയിൻ ഇറ്റ് സീംസ് ഷാലോവർ. വെൻ യു ലുക്ക് ഫ്രം സൈഡ്, നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ അതങ്ങ് അടിയിൽ കിടക്കുന്നതായിട്ട് തോന്നും. ഇന്ന് നമ്മൾ സൈഡിലൂടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ കോയിൻ എടുക്കുന്ന സമയത്ത് ആ കോയിനകത്ത് ലൈറ്റ് തട്ടുമ്പോൾ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻ സംഭവിക്കും. വെള്ളത്തിൽ നിന്ന് എയറിലേക്ക്, എയറിൽ നിന്ന് വെള്ളത്തിലേക്ക്, അങ്ങനെ പല റിഫ്രാക്ഷൻ സംഭവിച്ച് ആ കോയിൻ എന്ത് ചെയ്യും? വേറൊരു സ്ഥലത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ ഇമേജ് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ റിഫ്രാക്ഷൻ കാരണം എന്ത് സംഭവിക്കും? ആ ഇമേജ് മറ്റൊരു സ്ഥലത്ത് കിടക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ നമ്മൾ പോയി എടുക്കത്തുള്ളൂ. നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ എന്ത്? അവിടെ കോയിന് ഇല്ല. കാരണം എന്താ? കോയിൻ അതിന് ഇപ്പുറം മാറിയായിരിക്കും കിടക്കുന്നത്. ഡ്യൂ ടു റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ കാരണമാണ് ഈ ഒരു ഫിനോമിനൻ നടക്കുന്നത്. അടുത്ത ചോദ്യം നോക്ക്. ദ ബോട്ടം ഓഫ് പോണ്ട് അപ്പിയേഴ്സ് എലിവേറ്റഡ് വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ് ദാൻ ഫ്രം നിയറർ പോയിന്റ്. നമ്മൾ കുളമൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ദൂരെ നിന്ന് നോക്കുമ്പോൾ കുളത്തിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? പക്ഷേ അടുത്ത് പോയി നോക്കുമ്പോഴോ അങ്ങ് ആഴമുള്ളതുപോലെ തോന്നും. ഇതിൻ്റെ കാരണം എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ്റെ പ്രാക്ടിക്കൽസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൻ്റെയും കാരണം എന്ത് തന്നെയാണ്? റിഫ്രാക്ഷൻ തന്നെയാണ്. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രോം വാട്ടർ ടു എയർ. വാട്ടറിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒരു ബെൻഡിങ് ഉണ്ടാകും. എവേ ഫ്രം ദ നോർമൽ. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റഡ് റേ മൂവ്സ് എവേ ഫ്രം ദ നോർമൽ. ദിസ് ബൈൻഡിങ് എഫക്ട്സ് കോസസ് ദ അണ്ടർ വാട്ടർ ടു അപ്പിയർ ഹയ്യർ. ഈ ബെൻഡിങ് എഫക്റ്റ് എന്തിന് തോന്നിക്കും? നമ്മളുടെ അടിത്തട്ട് പൊങ്ങി കാണിക്കാനായിട്ട് തോന്നിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. പീപ്പിൾ ഹു എൻഗേജ്ഡ് ഇൻ ബോ ഫിഷിംഗ് എയിം അറ്റ് എ പോയിന്റ് സ്ലൈറ്റ്ലി ബിലോ ദ പെർസീവ്ഡ് പൊസിഷൻ ഓഫ് ദ ഫിഷ്. വൈ? നമ്മൾ ചൂണ്ടയിടാൻ പോകാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ചൂണ്ടയിടുന്ന സ്ഥലത്തായിരിക്കത്തില്ല ആര് കിടക്കുന്നത്? മീൻ കിടക്കുന്നത്. കാരണം എന്താ? അവിടെ അപ്പം ഈ ചൂണ്ടയിടുന്ന ആൾക്കാർ മീൻ കിടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറം മാറിയാണ് അവരുടെ ചൂണ്ടക്കൊളുത്ത് ഇടുന്നത്. കാരണം എന്താ നോക്കിയേ? വെൻ എ ലൈറ്റ് പാസസ് ഫ്രം വാട്ടർ ടു എയർ, വെൻ എ ലൈറ്റ് പാസസ് ഫ്രം വാട്ടർ ടു എയർ ഇറ്റ് ബെൻസ്. ഇപ്പം എന്ത് ചെയ്യുന്നു?
വെൻ എ ലൈറ്റ് പാസസ് ഫ്രം വാട്ടർ ടു എയർ ഇറ്റ് ബെൻസ് എവേ ഫ്രം ദ നോർമൽ. വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുന്നു, ഡെൻസർ മീഡിയത്തിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് അകന്ന് പോകും. ദിസ് ബെൻഡിങ് കോസസ് ഒബ്ജക്ട്സ് സബ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. ഈ കാരണം കൊണ്ട് ഒബ്ജക്ട്സ് ഒരു നമ്മളുടെ കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതായിട്ട് തോന്നും. പക്ഷെ അത് അവിടെ അല്ലായിരിക്കും, കുറച്ച് ഇപ്പുറം മാറിയായിരിക്കും കിടക്കുന്നത്. ദിസ് ലൈക്ക് ഫിഷ് ടു അപ്പിയർ ഡിഫറെൻറ്റ് പൊസിഷൻ. ഇപ്പം നമ്മളുടെ കാണുന്ന മീൻ ആ പൊസിഷനിലല്ലായിരിക്കും, അതിനപ്പുറമോ അല്ലെങ്കിൽ കുറച്ച് മുന്നെയോ മാറി കിടക്കുന്നതായിരിക്കും. പക്ഷേ കാണുന്നത് എങ്ങനെയാണ്? വേറൊരു പൊസിഷനിൽ എവിടെയോ കിടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ? അതിന് റിഫ്രാക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ചൂണ്ട ഇടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മീൻ എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പൊസിഷൻ മാറ്റി വേണം എന്ത് ചെയ്യാൻ? ചൂണ്ട എറിയാൻ. അപ്പോൾ റിഫ്രാക്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീനിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.